അതെ, ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ളത് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ. ഒരു എയർ ഫ്രയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രസ്റ്റീജ് ആണ് കേട്ടോ കമ്പനി വരുന്നത്. അത്ര വലിയ എയർ ഫ്രയർ ഒന്നല്ല, ഒരു 4.5 ലിറ്ററൊക്കെ ഉള്ള ഒരു എയർ ഫ്രയർ ആണ് കേട്ടോ. കപ്പാസിറ്റി വരുന്നത് 4.5 ലിറ്ററാണ്. പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ളത്, ഇതിൻ്റെ കൂടെ നമുക്കുള്ളത് ഒരു ഫ്രെയിം ബാസ്ക്കറ്റ് ഉണ്ടാവുമല്ലോ എന്തായാലും. അതിൻ്റെ കൂടെ ഒരു ഫ്രെയിം ബാസ്ക്കറ്റ് ഹാൻഡിലും വരുന്നുണ്ട്, പിന്നെ ഒരു ഓയിൽ ബ്രഷും വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ല ഈസിയാണ്. അതുപോലെ അതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വാങ്ങിയപ്പോൾ തന്നെ. പിന്നെ കൂടെ കേക്കൊക്കെ ബേക്ക് ചെയ്യാനുള്ള ഒരു സിലിക്കൺ മോൾഡും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് ഐറ്റംസ് നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള എല്ലാ ഡിഷിൻ്റെയും ഡിഗ്രിയും അതുപോലെ തന്നെ എത്ര മിനിറ്റ് വെക്കണം എന്നുള്ളതൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടച്ചാണ് വരുന്നത്, ഡിസ്പ്ലേ ഒക്കെ ടച്ചാണ് വരുന്നത്, സ്വിച്ച് അല്ല. എല്ലാം നമുക്ക് ഇങ്ങനെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നോക്കി അറിയാം കേട്ടോ. പിന്നെ ആദ്യം തന്നെ ഞാനതിൽ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ്റെ ഫിംഗേഴ്സാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട്, ഇത് എന്താണെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കരിയോ എന്താണെന്നുള്ളതൊക്കെ. ഇതിൽ കൊടുത്ത പോലെ തന്നെ ചിക്കൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് 180 ഡിഗ്രിയിൽ 25 മിനിറ്റാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, 180 ഡിഗ്രിയിലൊക്കെ വെച്ചിട്ട് 25 മിനിറ്റും വെച്ച് കഴിഞ്ഞാൽ കരിയോ പിന്നെ നമ്മൾ ഫുഡ് വേസ്റ്റായി പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ആ ടൈം ആയപ്പോൾ തന്നെ എടുത്ത് നോക്കിയപ്പോൾ കറക്റ്റ് വേവായിരുന്നു കേട്ടോ. ഉള്ളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു, നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ സൗണ്ട് ഒന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. അത്രയ്ക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എത്രയ്ക്ക് ക്രിസ്പി ആയിരുന്നു എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കി നോക്ക്. ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായില്ലേ എത്ര ക്രിസ്പി ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഓയിലൊന്നും ഇല്ലാതെ എന്തായാലും നമുക്ക് ഇനി ഫുഡൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.